തിരുവല്ല ടൗണിനോട് ചേർന്ന പ്രദേശങ്ങളിൽ, ടൗണിന് തൊട്ടടുത്തായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ നിലയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കയറിയതാണ്. പക്ഷേ മണിമലയാറിൽ ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയർന്നതിൻ്റെ ഭാഗമായി തിരുവല്ലത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടിന് അടുത്തോട് പല വീടുകളും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. പകുതിയോളം വെള്ളം കയറിയ അവസ്ഥയിൽ ഒക്കെയുണ്ട്. എന്തായാലും വീടുകളിലേക്ക് ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ജലനിരപ്പ് പമ്പയാറിലും തിരുമലയാറിലും ഉയർന്നാൽ ഒരുപക്ഷെ ഈ വീടുകളിൽ ഒക്കെ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട്? ഇന്നലത്തെ പോലെയാണോ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ? അതെ, രാവിലെ നോക്കുമ്പോൾ വെള്ളം ഉയരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനുശേഷം വെള്ളം ആദ്യം അതേ ലെവലിൽ നിന്ന് ഇപ്പോൾ ഉയർന്നുയർന്ന് വരുമോ, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കൂടുന്നുണ്ടല്ലേ? കൂടുന്നുണ്ട്, ചെറുതായിട്ട് കൂടുന്നുണ്ട്. മാറി താമസിക്കാനെന്ന് പറഞ്ഞോ? ഇവിടൊക്കെ അപ്പുറത്തൊക്കെയുള്ള ഈ ഇവിടെ ഇപ്പം മേളിലൊരു മുറിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അകത്തൊക്കെ വെള്ളം കയറിയോ? താഴേക്ക് വെള്ളം അപ്പം ഭയങ്കര നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം സാധനങ്ങളൊക്കെ മാറ്റി മേളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിങ്ങനെ പൊങ്ങത്തില്ലെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോകുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. വീട്ടുപകരണങ്ങളൊക്കെ അപ്പം മാല അത് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. കാറൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാം തുറന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. മണിമലയാറിലെ വെള്ളം മൂഴിയാറ് തുറന്നു. അതിലാണ് ഇപ്പോൾ കുറച്ചും കൂടെ. പമ്പയാറിന്ന് വെള്ളം കുറയുന്നുമില്ല. അത് കുറഞ്ഞാൽ മാത്രമേ ഒഴുക്ക്. ഇതിപ്പോ ഡാമിലെ വെള്ളമായിരിക്കും, അതായിരിക്കും കലക്കലില്ലാതെ വരുന്നത്. മഴ കുറവുണ്ടല്ലേ? മഴ കുറവുണ്ട്. ഉച്ചവരെ പെയ്തു അല്ലേ? രാവിലെ നല്ല ഒരു 1:45 വാണിംഗ് ഇതൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് എഴുന്നേറ്റപ്പോൾ ഭയങ്കര കാറ്റും മഴയായിരുന്നു. പിന്നെ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എത്ര കാലമായി ഇവിടെ താമസിക്കുന്നത്? ഇവിടുത്തുകാരൻ തന്നെയാണോ? ഇവിടുത്തുകാരൻ. 2018 പ്രളയം അതിജീവിച്ചവരാണ്. അതെ. പിന്നെ പടയണി കലാകാരനും. അതുകൊണ്ട് അതിജീവിക്കും എന്ന് ഉറപ്പാണ്. നമ്മൾ നോക്കുക, നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒത്തിരി പേരുണ്ടല്ലോ. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തുവാ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് തോന്നുന്നു. അവരതൊരു ഒത്തിരി പേര് ആളുകളൊക്കെ വീടൊക്കെ മാറിയിട്ട് ഇതുപോലെ ഷെൽട്ടർ ഒക്കെ പോയിരിക്കുകയല്ലേ. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ? അല്ലല്ല, എൻ്റെ ഇളയ മോനുണ്ട്. ഇപ്പോൾ സാധനം മേടിക്കാനായിട്ട് വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോയിരിക്കുക. വാഹനം എടുക്കാൻ കഴിയില്ല അല്ലേ? വാഹനം എടുക്കാൻ പറ്റത്തില്ല. എല്ലാം ഒരു ഹർത്താൽ അവധി പോലെയാണ് നിൽക്കുന്നത്. എന്തായാലും വെള്ളം ഇങ്ങനെ കയറുന്നുണ്ട്. ഇവർക്ക് ആശങ്കയുണ്ട്. ഒപ്പം തന്നെ 2018 ഉൾപ്പെടെ പ്രളയത്തെ അതിജീവിച്ച ആളുകളാണ്. അവർക്കറിയാം എങ്ങനെ മാറി താമസിക്കണം, മുകളിലേക്ക് മാറേണ്ടത് എപ്പോഴാണ്. അവർ നിരീക്ഷിക്കുകയാണ് ഈ വെള്ളം ഉയരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നിരീക്ഷിച്ച ശേഷം അവർ മുകൾ ഭാഗത്തേക്ക് മാറി താമസിക്കും. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു വീട് ഒരു ഉയർന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെയൊന്നും അത്ര മുഴുവനായും വെള്ളത്തിലേക്ക് അകപ്പെടുന്ന നിലയില്ല. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലത്ത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം നില പൂർണ്ണമായി വെള്ളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം കയറുന്നുണ്ട്. മഴ കുറയണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. മഴ കുറഞ്ഞാൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുള്ളൂ, ഡാമുകളിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടത്തേക്ക് ഈ തിരുവല്ല പ്രദേശത്തെ തൊട്ടടുത്ത് കിടക്കുന്ന നഗരത്തോട് തൊട്ട് കിടക്കുന്ന ഭാഗങ്ങളിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് രാവിലെ ശക്തമായ മഴ പെയ്തെങ്കിലും പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയില്ലാത്തത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.